നമസ്കാരം, ഞാൻ ഡോക്ടർ സി വി സുധീർ. മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഈ കോഴ്സ് 3 ഭാഗമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്നാം ഭാഗത്ത് ഭാഷയും ലേഖന സാങ്കേതിക വിദ്യയും എന്ന വിഷയത്തെക്കുറിച്ചും, രണ്ടാം ഭാഗത്ത് മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ വർത്തമാനം എന്ന വിഷയത്തെക്കുറിച്ചും പറയുമ്പോൾ, ഭാഗം 3-ൽ മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രായോഗിക പരിശീലനമാണ് നടത്തുന്നത്. ഭാഷാ സാങ്കേതിക വിദ്യ. ഭാഷ വ്യത്യസ്തങ്ങളായ സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷാ സാങ്കേതിക വിദ്യ എന്ന പേര് തന്നെ വരുന്നത്. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കും വരമൊഴിയിൽ നിന്ന് തിരമൊഴിയിലേക്കും എത്തി നിൽക്കുന്ന ഭാഷയുടെ വ്യത്യസ്തങ്ങളായ ചരിത്രഘട്ടങ്ങളെല്ലാം ഭാഷാ സാങ്കേതിക വിദ്യ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നതാണ്. ലോകത്ത് ഭാഷകൾക്ക് പരമാവധി 40,000 വർഷത്തെ വരെ ചരിത്രമാണ് ഉള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ലേഖന വിദ്യയ്ക്കാകട്ടെ 10,000-ഓളം വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. നമ്മുടെ വാമൊഴിയെ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള, വരമൊഴിയാക്കി മാറ്റാനുള്ള ഉപാധി എന്ന നിലയിലാണ് ലിപിയെ നമുക്ക് കാണാനായി സാധിക്കുക. ഈ ലിപിക്ക് നീണ്ട ചരിത്രമുണ്ട്, പല ഘട്ടങ്ങളിലൂടെയുള്ള പരിവർത്തനമുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മട്ടിലുള്ള ലിപികളല്ല അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എഴുത്തിന് മുന്നോടിയായി ചിത്രങ്ങളും മറ്റും നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മാധ്യമങ്ങളുടെ കാര്യത്തിലും പല വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. പാറകളിൽ, കല്ലുകളിൽ, അതുപോലെ കളിമൺ കട്ടകളിൽ തുണി, ലോഹം, ഓല, പാപ്പിറസ്, അച്ചടി, അതുപോലെ ടൈപ്പ്റൈറ്റർ, കമ്പ്യൂട്ടർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങൾ എഴുത്തിനായി നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ആ ലിപി ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കാണാൻ സാധിക്കുക ചിത്രലേഖനമാണ്. മറ്റൊന്ന് ഭാവലേഖനം, പദലേഖനം, സ്വനലേഖനം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലേഖന വിദ്യകൾ കാണാൻ സാധിക്കുന്നു. ചിത്രലേഖനം വളരെ പഴക്കമേറിയ ഒന്നാണ്. ഇവിടെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന മുകളിലെ ചിത്രം ഒരു ഗോത്ര തലവൻ അമേരിക്കൻ പ്രസിഡന്റിന് എഴുതിയ കത്താണ് എന്നാണ് പറയുന്നത്. കഴുകൻ കുലചിഹ്നമായിട്ടുള്ള ആ ഗോത്രത്തലവൻ തൻ്റെ ഗോത്രത്തിലെ മറ്റംഗങ്ങളോടൊപ്പം, അതുപോലെ തന്നെ വേറെ ചില ഗോത്ര തലവന്മാരോടുമൊപ്പം വൈറ്റ് ഹൗസുമായി സൗഹാർദ്ദത്തിൽ കഴിയാൻ താല്പര്യപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്താണത്രേ അത്. അങ്ങനെ ചിത്രത്തിലൂടെ ഒരു സവിശേഷമായ ആശയത്തെ പൂർണ്ണമായി അവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഒരു ആശയത്തെ, സവിശേഷമായ ഭാവത്തെ ആലേഖനം ചെയ്യുന്ന വിദ്യയാണ് ഭാവലേഖനം. അടുത്തത് പദത്തെ അങ്ങനെ തന്നെ കുറിക്കുക. പദത്തെ കുറിക്കുന്ന ചിഹ്നങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ, സ്ലൈഡിൽ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മട്ടിലുള്ള സ്വനലേഖനം കടന്നു വരുന്നത്. അത് 2 തരത്തിലുണ്ട് എന്ന് പറയാം: വർണ്ണലിപിയും അക്ഷരലിപിയും. മലയാളം പോലുള്ള ഭാഷകൾ, ഇന്ത്യയിലെ മിക്കവാറും ഭാഷകൾ അക്ഷരലിപി ഉപയോഗിക്കുമ്പോൾ യൂറോപ്യൻ ഭാഷകൾ മിക്കവതും നമ്മുടെ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ വർണ്ണലിപിയാണ് പിന്തുടരുന്നത് എന്ന് കാണാൻ സാധിക്കും. അച്ചടിയിലേക്ക് എത്തുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അച്ചടി രേഖയായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളത് ഡയമണ്ട് സൂത്ര എന്ന കൃതിയാണ്. AD 868 അച്ചടിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ചൈനീസ് മതഗ്രന്ഥമാണ് അത്. അച്ചടി എന്ന് ഇന്നത്തെ നിലയിൽ അതിനെ പറയാമോ എന്നുള്ള കാര്യം കുറച്ച് സന്ദേഹമാണ്. എങ്കിലും സാങ്കേതികമായി അച്ചടി എന്ന് തന്നെ പറയാം. മൾബറിച്ചെടിയുടെ പട്ടയിൽ അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് അതിൽ മഷി പുരട്ടി കടലാസിൽ പതിപ്പിക്കുന്ന രീതിയാണ് അതിന് ഉണ്ടായിരുന്നത്. ബുദ്ധ സന്യാസവുമായി ബന്ധപ്പെട്ട
കാര്യങ്ങളാണ് ഡയമണ്ട് സൂത്രയിൽ പറയുന്നത്. അച്ചടി യൂറോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പറയാനുള്ള ആദ്യത്തെ പേര്, അച്ചടിയുടെ പിതാവായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന പേരാണ്. തടിയിൽ അച്ചടി യന്ത്രം നിർമ്മിച്ച അദ്ദേഹം 1455 ലോഹ ടൈപ്പുകൾ ഉപയോഗിച്ച് ബൈബിൾ അച്ചടിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് ആ അക്ഷരങ്ങൾ ഓരോന്നും എടുത്തു മാറ്റാവുന്ന മട്ടിൽ കൃത്യമായ രീതിയിൽ, ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള അച്ചടി ആരംഭിക്കുന്നത് നമ്മുടെ ജോഹന്നസ് ഗുട്ടൻബർഗാണ്. അച്ചടി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് വളരെ വിസ്തൃതമായ ഒരു ചരിത്രം അച്ചടിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഡോക്ട്രീന ക്രിസ്ത്യാന എന്ന കൃതിയാണ് 1578 കേരളത്തിൽ ആദ്യമായി പ്രസാദനം ചെയ്ത പുസ്തകം എന്ന് പറയാവുന്നത്. പക്ഷെ മലയാളമല്ല, അത് തമിഴിൽ രചിക്കപ്പെട്ട കൃതിയാണ്. അതിന്റെ ചില പകർപ്പുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതിന്റെ ഒരു ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട് കാണുന്നത് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയിലാണ്. കേരളത്തിലെ സസ്യജാലങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആ പുസ്തകം വാൻഡ്രീഡ് എഴുതി എന്നാണ് കണക്കാക്കുന്നത്. വാൻഡ്രീഡ് മാത്രമല്ല, ഇട്ടിയച്ചതിനെ പോലുള്ള തദ്ദേശീയരായ ആളുകളുടെയും പ്രയത്നം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. 1678 രചിക്കപ്പെട്ട ആ കൃതി, പക്ഷേ അവിടെ മലയാളം വന്നത് ഓരോരോ അച്ചുകളായിട്ടല്ല, ഓരോ പദം അങ്ങനെ തന്നെ കൊത്തിയെടുത്ത് അത് അച്ചടിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. അത്തരത്തിൽ മലയാള ലിപി മുദ്രിതമായ ആദ്യ പുസ്തകം എന്ന് ഹോർത്തൂസ് മലബാറിക്കൂസിനെ പറയാം. എന്നാൽ തന്നെയും പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം നമുക്ക് കിട്ടുന്നത് സംക്ഷേപ വേദാർത്ഥത്തിലൂടെയാണ്. 1772 സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ പുറത്ത് വരുന്നത്. മലയാളത്തിൽ പിന്നീട് അച്ചടിയുടെ വലിയ ഒരു സുവർണകാലം ഉണ്ടാകുന്നുണ്ട്. അത് കോട്ടയത്തെ CMS പ്രസിന്റെ സ്ഥാപനത്തോടു കൂടിയാണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമാകുന്നത്. അവിടെ നിന്നും മലയാളികൾക്കായിക്കൊണ്ട് ഇറങ്ങിയ പുസ്തകം, ആദ്യ പുസ്തകം എന്ന് പറയാവുന്നത് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന പുസ്തകമാണ്. ടൈപ്പ്റൈറ്ററിന്റെ കടന്നുവരവ് പ്രധാനപ്പെട്ട മറ്റൊരു സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റമാണ്. യൂറോപ്പിൽ നിന്ന് തന്നെയാണ് ഈ ടൈപ്പ്റൈറ്റർ കേരളത്തിലേക്ക് എത്തുന്നത്. അവിടെ യൂറോപ്യൻ ഭാഷകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ടൈപ്പ്റൈറ്റർ വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനായിരുന്നു. 55ഓളം കീകൾ ഉപയോഗിച്ച്, ഷിഫ്റ്റ് ഉപയോഗിച്ച് 100ഓളം അല്ലെങ്കിൽ 100-ലധികം ചിഹ്നങ്ങളെ, ക്യാരക്ടറുകളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ആ മെഷീൻ വളരെയധികം ഉപയോഗിച്ചിരുന്നു. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോഴാകട്ടെ മലയാളത്തിലെ 1000ഓളം വരുന്ന അക്ഷരങ്ങൾ ഓരോന്നിനെയും എങ്ങനെയാണ് ഈ ടൈപ്പ്റൈറ്റിംഗ് മെഷീന് ഉൾക്കൊള്ളാനാവുക എന്നുള്ള സന്ദേഹം അതിശക്തമായ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. 1960 ടൈപ്പ്റൈറ്റിംഗ് മെഷീൻ മലയാളത്തിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ സാങ്കേതിക പ്രശ്നം മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ എങ്ങനെ ടൈപ്പ്റൈറ്റിംഗ് മെഷീനെ വിപുലപ്പെടുത്താം എന്നുള്ള ചിന്ത വലിയ സന്ദേഹമാകുന്നു. പിന്നീട് വന്ന ചിന്ത എങ്ങനെ നിലനിൽക്കുന്ന ടൈപ്പ്റൈറ്റിന്റെ അവസ്ഥയിലേക്ക് മലയാളത്തെ പരുവപ്പെടുത്താം എന്നുള്ള ചിന്തയായിരുന്നു. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് 1968 ഒരു ലിപി പരിഷ്കരണ കമ്മിറ്റി കേരളത്തിൽ രൂപീകൃതമാകുന്നത്. ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. അതിൽ നമ്മുടെ NV കൃഷ്ണവാര്യരും അംഗമായിരുന്നു. ആ ലിപി പരിഷ്കരണ കമ്മിറ്റി മലയാളത്തിലെ തനതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള എഴുത്ത് രീതിയിൽ പലതരത്തിൽ പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട്. കൂട്ടക്ഷരങ്ങളെ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളായി ചന്ദ്രക്കല ഉപയോഗിച്ച് പിരിച്ചെഴുതുക എന്നുള്ളതും, അതുപോലെ തന്നെ സ്വരചിഹ്നം, പ്രത്യേകിച്ചും ഉ, ഊ എന്നിവയുടെ സ്വരചിഹ്നം വ്യഞ്ജനത്തിൽ നിന്ന് വേർപെടുത്തി എഴുതുക എന്നുള്ളതൊക്കെ അവരുടെ നിർദ്ദേശമായി വന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് പുതിയ ലിപി
പഴയ ലിപി, ഇങ്ങനെ രണ്ട് ലിപി വ്യവസ്ഥകൾ ഉണ്ടായി വന്നു എന്ന് പറയാം. പഴയ ലിപി എന്ന് പറയുന്നത് തനതായി കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു വന്ന ലിപിയാണ്. ടൈപ്പ്റൈറ്ററിന് വേണ്ടി വെട്ടിമുറിച്ച ലിപി വ്യവസ്ഥയാണ് പുതിയ ലിപി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അത് ഭാഷാ കമ്പ്യൂട്ടിങ്ങുമായി അവിടെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാം. പിന്നീട് വരുന്ന മാറ്റം നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ്. ലോകത്താകമാനം വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഭാഷാ സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്ന് പറയാം. 1833 ചാൾസ് ബാബേജ് ഡിഫറൻഷ്യൽ എഞ്ചിൻ അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതോടുകൂടിയാണ് ഇവിടെ വലിയ മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാൾസ് ബാബേജിനെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ പിന്നെയും വന്ന വലിയ മാറ്റം എന്നുള്ളത് ജോർജ് ബൂൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ലോജിക്കാണ്. ബൂളിയൻ ലോജിക് എന്നാണ് അത് പൊതുവിൽ അറിയപ്പെടുന്നത്. അതിനെ പിൻപറ്റിക്കൊണ്ട് ഒരു ബൈനറി വ്യവസ്ഥ 0-1 എന്ന രണ്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ മുഴുവൻ കാര്യങ്ങളെയും പറയുവാനായിട്ട് സാധിക്കും എന്ന മറ്റുള്ള ഒരു ബൈനറി വ്യവസ്ഥ ക്ലോഡ് ഷാനൻ കൊണ്ടുവരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ENIAC എന്ന വലിയ ഒരു കമ്പ്യൂട്ടർ, വലിയ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം കൊണ്ടുകൂടിയാണ്. നമുക്ക് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ തയ്യാറാക്കിയ ആ ENIAC ആണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് കണക്കാക്കുന്നത്. 1946 ENIAC രൂപമെടുക്കുന്നത്. കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ലോകത്തെ വലിയ ഒരു പ്രശ്നമായിരുന്നു അവിടുത്തെ എൻകോഡിംഗ് എങ്ങനെ എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഓരോ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളും തങ്ങളുടേതായ സ്വകാര്യമായ എൻകോഡിംഗ് വ്യവസ്ഥയാണ് ഉപയോഗിച്ചിരുന്നത്. എൻകോഡിംഗ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യഭാഷയെ കമ്പ്യൂട്ടറിന്റെ ഭാഷയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയാം. ഓരോ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളും വ്യത്യസ്തമായ എൻകോഡിംഗ് വ്യവസ്ഥ ഉപയോഗിച്ചതോടെ ഒരു കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത ഡാറ്റ മറ്റൊരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇക്കാര്യം പിന്നീട് പരിഹരിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കാൻ സാധിക്കുന്ന മട്ടിലുള്ള എൻകോഡിംഗ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും അതിന്റെ ഭാഗമായി ആസ്കി എന്ന പേരിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആസ്കി എന്ന പേരിൽ ഒരു എൻകോഡിംഗ് വ്യവസ്ഥ ഉണ്ടായി വരുന്നു. അന്ന് അത് 7 ബിറ്റുള്ള ഒരു എൻകോഡിംഗ് വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ 128 ചിഹ്നങ്ങൾ മാത്രമേ, ക്യാരക്ടറുകൾ മാത്രമേ എൻകോഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് അത് 8 ബിറ്റുള്ള ഒരു എൻകോഡിംഗ് വ്യവസ്ഥയായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ അവിടെ 256 ചിഹ്നങ്ങളെ, ക്യാരക്ടറിനെ എൻകോഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന നില വന്നു. യൂറോപ്യൻ ഭാഷകളെ സംബന്ധിച്ച് അത് വളരെ അധികമായിരുന്നു. ഇംഗ്ലീഷിൽ 26 സ്മോൾ ലെറ്റർ, 26 ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ അക്കങ്ങൾ, ചിഹ്നങ്ങൾ, ഇതൊക്കെ ആകുമ്പോഴും ഇഷ്ടംപോലെ സ്പേസ് അവിടെ ഉണ്ട് എന്ന് പറയാം. അതുപോലെ ഉണ്ടായി വന്ന മറ്റൊരു എൻകോഡിംഗ് വ്യവസ്ഥയാണ് എപ്സിഡിക് എന്നുള്ളത്. അതും 1960-കളിൽ തന്നെയാണ് വന്നത്. 60-ൽ വന്നു. IBM ആണ് കൊണ്ടുവന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് പ്രയോഗത്തിൽ ആഗോളതലത്തിൽ ഉപയോഗിക്കപ്പെട്ടത് ആസ്കി എന്നുള്ള സ്റ്റാൻഡേർഡാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന എൻകോഡിംഗ് വ്യവസ്ഥ യൂണിക്കോഡാണ്. 1991 യൂണിക്കോഡ് കൺസോർഷ്യം സ്ഥാപിക്കുന്നു. അവരുടെ നേതൃത്വത്തിലാണ്, അവിടെ ധാരാളം ഭാഷാ വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും അക്കങ്ങളെയും അക്ഷരങ്ങളെയും പ്രത്യേകം എൻകോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭീമൻ ക്യാരക്ടർ സെറ്റ് അവർ ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. 16 ബിറ്റ് ഉപയോഗിക്കുന്ന ആ എൻകോഡിംഗ് വിദ്യ 65,536 ചിഹ്നങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചതെങ്കിൽ ഇപ്പോൾ അത് അതിൽ കൂടുതൽ ചിഹ്നങ്ങളെ വഹിക്കാൻ സാധിക്കുന്ന ഒരു ഭീമൻ ക്യാരക്ടർ സെറ്റായിട്ട് മാറിയിരിക്കുന്നു. നന്ദി.